നമസ്കാരം. സോളോസ് ട്രാവലേഴ്സ് ഗൈഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സീരീസിന്റെ 3-ാം എപ്പിസോഡാണ്. ഇത്തവണ നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ IT ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലേക്കാണ്. കേരളത്തിൽ നിന്ന് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ബംഗളൂരിലേക്ക് ഒരു സോളോ ട്രിപ്പ് ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ യാത്രയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. എൻ്റെ യാത്ര ട്രെയിനിലായിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് ടു തൃശ്ശൂരിൽ ഞാൻ ജനറൽ രാവിലെ ഒരു 6:40 ഒരു ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കയറിയിട്ട് തൃശ്ശൂർ എത്തി. അതിന് ഏകദേശം ജനറലിലാണ് പോയത്. 75 രൂപയാണ്, 60 രൂപയാണ്. 75 രൂപ എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്ത് കയറിയാൽ 75 രൂപ ആവും. പക്ഷെ ബുക്ക് ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം അതിൽ കുറേ ജനറൽ കോച്ചസ് ഉണ്ട്. പിന്നെ D1, D2, D3 അങ്ങനെ 3 കോച്ച് എങ്ങനെയാണ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ AC ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടി പോവാം. അപ്പോൾ ചില ദിവസങ്ങൾ കുറച്ച് തിരക്കുണ്ടാവും. ഇപ്പോൾ തിങ്കളാഴ്ച, ശനിയാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് തിരക്കുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ തൃശ്ശൂരിൽ നിന്നും ബംഗളൂരു എക്സ്പ്രസ് രാവിലെ 10:30 മണിക്ക് ബംഗളൂരു എക്സ്പ്രസ് ഉണ്ട്. അത് നമ്മൾ KSR, അതായത് സിറ്റി റെയിൽവേ സ്റ്റേഷനാണ് KSR, അവിടേക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഒരു 195 രൂപയ്ക്ക് 2 സീറ്റ് അതാണ് ഞാൻ ബുക്ക് ചെയ്തത്. അത് ജനറലൊക്കെ അത് എടുക്കുകയാണെങ്കിൽ 165 കിട്ടുക എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ രാത്രിയാണ് അവിടെ എത്തുക. ഏകദേശം ഒരു 9 മണി 10 മണിയുടെ ഉള്ളിൽ അവിടെ എത്തും. സോളോ ട്രാവലേഴ്സ് എനിക്ക് തോന്നുന്നത്, ഞാൻ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല. അതിൽ ഞാൻ പറയുന്നത് മജസ്റ്റിക് ഏരിയയിൽ ഇറങ്ങുക കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം അവിടെ മെട്രോ റെയിൽവേ സ്റ്റേഷനും പിന്നെ സിറ്റിയിലും കുറച്ച് റൂംസും ഡോർമെട്രീസും ഒക്കെ കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്ന സ്ഥലമായിരിക്കും മജസ്റ്റിക്. പിന്നെ അതല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റി സെൻട്രൽ ഏരിയ കിട്ടുമ്പോൾ ഉള്ളാവുന്ന കുറേ സൗകര്യങ്ങൾ നമുക്ക് മജസ്റ്റിക്കിൽ കിട്ടും. അപ്പോൾ നമ്മുടെ അവിടെ നിന്നിട്ടുള്ള കുറേ യാത്രകളും നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടുകൾക്ക് പോകാനൊക്കെ നമുക്ക് എളുപ്പമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് KSR. ഞാൻ സ്റ്റേ ചെയ്തത് ഏകദേശം ഞാൻ അവിടെ എത്തിയിട്ടാണ് റൂമിനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ എനിക്ക് റിട്ടയറിംഗ് റൂം കിട്ടിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ ചെന്നൈയിലൊക്കെ പറഞ്ഞ പോലെ റിട്ടയറിംഗ് റൂം ഇങ്ങനത്തെ സിറ്റീസിൽ കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും റിട്ടയറിംഗ് റൂം. അപ്പോൾ റിട്ടയറിംഗ് റൂം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് എടുക്കാമെന്ന് കരുതി. അവിടെ പോയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ തൊട്ടടുത്ത് തന്നെ എനിക്ക് ഒരു റൂം കിട്ടി. അത് ഞാൻ ബാർഗെയിൻ ചെയ്തപ്പോൾ ഒരു 700 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ സ്റ്റേ ചെയ്യും, ഞാനൊരു 7 മണി 8 മണിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരൊരു 1000 രൂപയുടെ റൂമായിരുന്നു. ഒരു 700 രൂപയ്ക്ക് നോൺ AC തന്നു. പക്ഷേ നോൺ AC എടുത്തത് നല്ല ചൂടായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ ഒന്നും ബാംഗ്ലൂർ, ഞാൻ അവിടുത്തെ ഒരു സംസാരത്തിൽ നിന്ന് കേട്ടത്, അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞതാണ്. പണ്ടൊക്കെ രാത്രി നല്ല തണുപ്പായിരുന്നു, പക്ഷെ ഭയങ്കര ചൂട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാലാവസ്ഥയൊക്കെ നോക്കി AC എടുക്കുന്നത് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. അങ്ങനെ ചൂടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്. രാത്രി ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ സിറ്റി നമ്മൾ മേലിന്ന് ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റി മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു ഫീല് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് നല്ല അനുഭവങ്ങൾ അവിടെ കിട്ടി. പിന്നെ ഡോർമെട്രീസും അവിടെ കിട്ടും. ഏകദേശം എനിക്ക് തോന്നുന്നു 250, ഞാൻ പോയ സമയത്ത് 250, 300 അല്ലെങ്കിൽ 500 ഉള്ളിലൊക്കെ, ആ റേഞ്ചിനുള്ളിലൊക്കെ ഡോർമെട്രീസും നമുക്ക് കിട്ടും. പിന്നെ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നോക്കാം. ഇതുപോലെ ഡോർമെട്രി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ റൂം എടുക്കുന്നവർക്ക് റൂമിലും പിന്നെ ഫ്രഷപ്പിന് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ബംഗളൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വൈബ് തന്നെയാണ്. ഇപ്പോൾ ചെന്നൈ നമ്മൾ പോയ പോലെ തന്നെ ഇത് ഭയങ്കര ഒരു എനർജി നമുക്ക് തരുന്നത് ഒരു സിറ്റി, ഒരു ഗ്രീൻ സിറ്റി ആണ്. നിറയെ മരങ്ങളും നല്ല രസമാണ് അവിടുത്തെ റോഡുകളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് അവിടുത്തെ സിറ്റീസിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ദർശൻ എന്നുണ്ട്. അതെല്ലാ സിറ്റീസിലും ഉണ്ടാവും, ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 300 രൂപ 500 രൂപയ്ക്ക് ചിലവാകുള്ളൂ. അപ്പം ഈ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനിൽ ഇവർ ഒരു ടൂറിസ്റ്റ് ഗൈഡും ഉണ്ടാവും. ആ ഗൈഡ് നമ്മളെ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും കാണിക്കും. അവിടെ നമുക്ക് നിശ്ചിത സമയം തരും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ സമയം അതായത് ഇപ്പോൾ ഒരു സ്പോട്ടിൽ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അവർ പറയും അരമണിക്കൂർ ഇവിടെ ചിലവഴിക്കാനുള്ള സമയമുണ്ട്. बॉटनिकल का मतलब पूरा वर्ल्ड के ट्री है. उसमें एक ट्री मैं आपको दिखाऊंगा. जस्ट 5 मिनट्स स्ट्रेट जाएंगे. लेफ्ट हैंड साइड में इज द बिग ट्री, 200 years old tree in India, in Bengaluru. This tree we cannot see anywhere in India. Bengaluru second in China. അരമണിക്കൂറിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും ബസ്സിനകത്ത് വന്നിരിക്കണം.
അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സമയം അതിനനുസരിച്ച് ഡിലേ വരും. ചിലപ്പോൾ ഒരാളുടെ ഒക്കെ ഡിലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണേണ്ട ഒരു സ്ഥലം ചിലപ്പോൾ നഷ്ടപ്പെടും. ബാംഗ്ലൂരു പോലത്തെ സിറ്റീസിലൊക്കെ ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ടൈം കീപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പല ടൂറിസ്റ്റ് സ്പോട്ടും മിസ്സാവും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. പൈസ നമുക്ക് വളരെ ലാഭമായിരിക്കും. നമുക്ക് മിനിമം സമയത്തിനുള്ളിൽ മാക്സിമം സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ല കുറച്ചൊക്കെ വഴിയൊക്കെ തെറ്റിയാലും കുഴപ്പമില്ല, കുറച്ച് സമയമുണ്ട്, ദിവസങ്ങളുണ്ട്, പെട്ടെന്നൊന്നും തിരിച്ചു പോകണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും യാത്ര ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടത്. ലാൽബാഗും വിധാൻ സൗദയും അതുപോലെ ടിപ്പു സുൽത്താൻ കോട്ടയും തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. സയൻസ് മ്യൂസിയം ഒക്കെ എൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഇതിലുണ്ട്. നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അങ്ങനെ ഈ വിധാൻ സൗദ നല്ല രസമാണ് കാണാൻ. കർണാടകയുടെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അത് നിങ്ങൾ പകലായിരിക്കും ഈ ദർശനങ്ങളൊക്കെ പോകുന്ന ഒരു പകലായിരിക്കും കൊണ്ടുപോയി കാണിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് സമയമുണ്ടെങ്കിൽ മെട്രോയിലൊക്കെ പോയി കയറി മെട്രോയിൽ നമുക്ക് യാത്ര ചെയ്യാം. പോയി കയറി ആ രാത്രിയും കൂടെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. നല്ല രസമുള്ള ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരുപാട് നല്ല ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇനി പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സാധ്യതയില്ല. അതൊരു വേറിട്ട ഒരു അനുഭവമാണ് അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നേരിട്ട് കാണുമ്പോൾ. പിന്നെ മെട്രോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെട്രോ സൗകര്യമുണ്ട്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഈ ദർശനമൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ല, ദർശൻ എന്നുള്ള സംഭവം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈക്ക് റെൻ്റിലൊക്കെ സൗകര്യങ്ങൾ എളുപ്പമാണ്. ഇപ്പോൾ റാപ്പിഡോ പോലത്തുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കങ്ങനെ വഴി തെറ്റാനോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ബഡ്ജറ്റ് നോക്കി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോടാണ്. ഫുഡ് എക്സ്പെൻസ് വളരെ ഹെവി ആയിരിക്കും. കേരളമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ് കോസ്റ്റ് വരിക. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഏരിയയിലൊക്കെ ചിലപ്പോൾ കുറച്ച് തിക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ പോയ സമയത്ത് AC-ക്കൊക്കെ ഒന്നും തണുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഫ്രഷ് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ പുറത്ത് തന്നെ പോവാം. പിന്നെ നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ദർശൻ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അവസരമുണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റും ബിഗ് ബസ് അതുപോലത്തുള്ള ട്രാവൽ കമ്പനികളുടെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അവസരമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ബസ്സുകളുണ്ട്, അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ ഈ അവിടെ പോയിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ, ദർശൻ സ്പോട്ടിൽ ബുക്ക് ചെയ്യുന്ന ആളുകളുടെ ഗൈഡൻസ് ഫീസ് എന്നിട്ട് ഇവർ എക്സ്ട്രാ പൈസ വാങ്ങിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി കൊടുത്താൽ മതി. അവർ വായി തോന്നിയ പൈസയൊക്കെ പറയും, പക്ഷേ നിങ്ങളതെല്ലാം കൊടുക്കേണ്ട കാര്യമില്ല. ചിലവർ കൊടുക്കുന്നുമില്ല. ഞാൻ കണ്ട ഒരു കാര്യം, ഞാനൊക്കെ കൊടുത്തുപോയി. അപ്പോൾ പക്ഷേ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ കയറുന്ന ഫീ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് തന്നെ പോയിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നോക്കി ചിലപ്പോൾ 10 രൂപ 20 രൂപ 30 രൂപ ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവർ ചിലപ്പോൾ 300-500 ഒക്കെ ഗൈഡൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കൊള്ളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, നോക്കിയിട്ട് കൊടുക്കാം. ചിലപ്പോൾ ജെന്യൂനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്നും നോക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയൊക്കെ അമ്പലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ടെമ്പിൾസ്, നല്ല പേര് കേട്ട ടെമ്പിൾസ് ഉണ്ട്. ഞാൻ 1-2 ഈ ദർശൻ്റെ കൂടെ തന്നെ പോയി. ഇത്രയൊക്കെയാണ് എനിക്ക് ബാംഗ്ലൂരിൽ പോയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പരമാവധി സീസൺ സമയത്ത് തന്നെ പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂടൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് റൂമൊക്കെ പിന്നെ AC തന്നെ എടുക്കേണ്ടി വരും. രാത്രി തണുപ്പാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നോൺ AC എടുത്താലൊക്കെ ബുദ്ധിമുട്ടാവും. ഇത്രയൊക്കെ കാര്യങ്ങളാണുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത പുതിയൊരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ അത് ബാംഗ്ലൂരിൽ പോയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.